രാഹുൽ ജി, ഇന്ദ്രനീൽ ജി കെ എന്നിവർ എഴുതി സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസിനെ മെയിൻ കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ്, ഏറ്റവും പുതിയ സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലർ. അതിനകത്ത് ശരിക്കും നരിവേട്ട പോലെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും ഞാൻ ആദ്യമേ ഡിറ്റക്റ്റീവ് വിജിലർ കാണാനാണ് പ്രിഫർ ചെയ്തത്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ആദ്യമേ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ വളരെ കുറച്ച് നാൾ മുന്നേ തന്നെ ഉണ്ടായ ഒരു ഹൈപ്പാണ്. അതായത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്നു, മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന സീരീസിൽ വരുന്ന മൂവി. ആ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റഡ് ആയതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പൊതുവെ ഒരു മാർവൽ യൂണിവേഴ്സൊക്കെ കണ്ട് വന്നേക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫെയിമൊക്കെ ആയ അമീൻ പോലെയുള്ള ടീമുകളൊക്കെ അണിനിരക്കുന്ന സിനിമയും കൂടിയായിരുന്നു. ഒറ്റ നടത്തി പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ. ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് മൂവിയെ പറ്റി വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു നോർമൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെ. നമ്മളിപ്പോൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അയാളുടെ നാട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് തെളിയിക്കുന്നതാണ് സിനിമയുടെ മെയിൻ കഥ തന്നെ. പുതുതായി നമ്മൾ കാണുന്ന ഒരു സ്റ്റോറി ഒന്നുമല്ല, സാധാരണ സീരിയൽ കില്ലർ മൂവീസിലൊക്കെ വരുന്ന പോലത്തെ ഒരു എലമെന്റ് ഒക്കെ തന്നെ. ബട്ട് അവര് ഒരു കോമിക് രീതിയിലാണ് ഈ സിനിമയുടെ സ്റ്റോറി പറഞ്ഞു പോകുന്നത് തന്നെ. അതായത് നമ്മുടെ ഈ കുഞ്ഞിരാമായണം, മിന്നൽ മുരളിയൊക്കെ പോലെയുള്ള മൂവീസ് പറയുന്ന പോലത്തെ, അതായത് കാലഘട്ടം ഏതാണെന്ന് എക്സാക്ട്ലി മെൻഷൻ ചെയ്യാതെ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ, എന്നാൽ കുറച്ചും കൂടെയൊക്കെ കോമഡി അവർക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ചില സീനുകളിലൊക്കെ തോന്നി. ബിക്കോസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയാസിൽ മാത്രമേ ഒരു കോമഡി എലമെന്റ്സ് അവർ വെക്കുന്നുണ്ടായുള്ളൂ. അതായത് ഇപ്പം പോലീസ് പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവരെയൊക്കെ കുറച്ചും കൂടെ കോമിക്കായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സീനിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഒക്കെ വരുന്നത്. പിന്നെ ഫെജോയുടെ ഒരു സോങ് ഒക്കെ ഉണ്ട് മൂവിയിൽ. നമുക്ക് അങ്ങനെ ഒരു പാടി നടക്കാവുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സോങ് ഒന്നും എനിക്ക് മൂവിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷനിൽ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ധ്യാനിന്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ധ്യാനിന്റെ ഒരു വെറൈറ്റി ആക്ടിങ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഒന്നും അല്ല. ബട്ട് പുള്ളിക്കാരൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ആൻഡ് അത് പുള്ളി നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടും വൃത്തികേടാകാത്ത രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ബാക്കി ചെയ്തേക്കണ സിജു വിൽസൺ ആണെങ്കിലും, അല്ലെങ്കിൽ അമീനും അവരുടെ ടീമുകൾ, അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ക്യാരക്ടേഴ്സിന്. ഒരാളും മോശമായിട്ട് അഭിനയിച്ചതായിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുഞ്ഞിരാമായണത്തിൻ്റെയൊക്കെ ഒരു സീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻസ് തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. നമുക്കത് മൂവി കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കുഞ്ഞിരാമായണത്തിലൊക്കെ ചെയ്തിരിക്കുന്ന സർട്ടൺ ഷോട്ടുകളുടെയൊക്കെ ഒരു റെഫറൻസ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതായിട്ട് ഒരു ഫീൽ വന്നായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്നാൽ അതൊരു ലൈക്ക് ക്ലീഷ എന്ന് പറയാനായിട്ട് പറ്റാത്ത രീതിയിൽ, ലൈക്ക് ഒരു ഡിഫറെന്റ് വേ ഓഫ് അപ്രോച്ച് ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന ചെറിയ ട്വിസ്റ്റുകളും, പിന്നെ ടൈലൻഡിൽ അവർ വെച്ചിരിക്കുന്ന സസ്പെൻസും, അതെല്ലാം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എക്സെൻട്രിക് ആയ ഫാക്ടേഴ്സ് ഒന്നും, അല്ലെങ്കിൽ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് എന്നൊന്നും പറയുന്നില്ല. ബട്ട് ആസ് എ വൺ ടൈം വാച്ചബിൾ മൂവി എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി കാണാവുന്ന ഒരു മൂവി തന്നെയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. എല്ലാവരുടെയും നല്ലൊരു പെർഫോമൻസും, അതുപോലെ അതിൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനും എല്ലാം കണ്ടിരിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. സോ ലൈക്ക് എ സെഡ്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ മൂവിനെ പറ്റിയിട്ടുള്ള. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമകൾ കാണുക, ആ ഒരു എക്സ്പീരിയൻസ് അറിയുക മൂവീസിൻ്റെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ സിനിമകളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.